കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ 4 മണി പലഹാരവുമായിട്ടാണ് കേട്ടോ. ഞാനങ്ങനെ 4 മണിക്ക് ചായയും കുടിക്കലില്ല, പലഹാരം ഉണ്ടാക്കലില്ല കേട്ടോ. വെറുതെ ഇതൊന്നും ഇങ്ങനെ കണ്ടപ്പോൾ പഴം അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു 3-4 പഴം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ തിന്നണ്ട, ഇങ്ങനെ ഒരു ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയിട്ട്, ഒരു സംഭവം ഉണ്ടാക്കി വെക്കാൻ കരുതിയിട്ട് അങ്ങനെ അയക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, പഴങ്ങളൊക്കെ നമ്മളിങ്ങനെ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അതിന് വേണ്ടി അതൊക്കെ അരിഞ്ഞ് നല്ല ഇതാക്കി, ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു 3 പഴാട്ടാ. ഇതിപ്പോൾ 2ാമത്തെ പഴമാണ് ഞാൻ എടുക്കുന്നത്. ഒരു 3 പഴം ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടില്ല കേട്ടോ. വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണേ. നമ്മളങ്ങനെ ഉണ്ടാക്കി നോക്കി. വെറുതെ പഴങ്ങളൊക്കെ നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ പഴം കൊണ്ടുവരില്ല, അപ്പോൾ അത് വെറുതെ ഉണ്ടാക്കി നോക്കിയാണേ. നീന്ത്രവാഴക്ക കേട്ടോ, മൈസൂരല്ല, നീന്ത്രവാഴക്കാണ്. ഞാൻ അതിനായിട്ട് കൊണ്ടൊന്നുമല്ല കേട്ടോ, ഞാനിത് വീട്ടിൽ പഴം എടുക്കണുണ്ടപ്പോൾ വെറുതെ ഒന്ന് ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ 3 പഴം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എന്താ ഞാൻ ചെയ്യണമെന്നോ, ലാസ്റ്റ് ഞാൻ ചെയ്യണത് ഇത് മുഴുവൻ 3 കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയായ്ക്ക് രസം ഇതിടുന്നുണ്ട്, തേങ്ങ ഇടുന്നുണ്ട്. ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് കേട്ടോ, അടുപ്പത്തൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. തേങ്ങ ചിരണ്ടിയിട്ടിട്ട് നല്ലോണം കുറച്ച്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കേട്ടോ. നല്ല രസമുള്ള ഒരു സാധനമാണ്. തേങ്ങയും പഞ്ചാരി ഇടണം കേട്ടോ. എനിക്കിങ്ങനെ അപ്പോൾ ഞാൻ അതൊന്നും എടുക്കാൻ കരുതിയിട്ടില്ല, വീഡിയോ എടുക്കാനൊന്നും ഞാൻ കരുതിയിട്ടില്ല. അപ്പോൾ വെറുതെ എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ എടുത്താലോ എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കരുതിയിട്ടില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. പിന്നെന്താ പറയുക, രസമൊന്നും ഉണ്ടാവില്ല, വീഡിയോ രസമില്ലായിട്ടൊക്കെ നിങ്ങളൊക്കെ കാണാത്തല്ലേ. ഞാൻ കുറേ ദിവസമായി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാൻ വെറും ഒരു കുറഞ്ഞില്ല വീഡിയോ മാത്രമേ ഇടലുള്ളൂ. ഇപ്പം ഇത് കുറേ ദിവസമായി ഇട്ടിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്തപ്പോഴേ ഒന്ന് നോക്കിയതാണ്, ഒന്ന് വീഡിയോ ഇട്ടാൽ കൊള്ളാമായിരിക്കും എന്നിങ്ങനെ കരുതിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടതാട്ടോ. ഇതെന്താ പറയുക, പഞ്ചാരയും തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിച്ചുമ്പോൾ എന്താ അതിൻ്റെ രുചി, ഭയങ്കര രുചിയാണ്. നമ്മൾ പിന്നെ ഉണ്ടാക്കി തിന്നാൻ തോന്നും. പിന്നെ ഉണ്ടാക്കി തിന്നാൻ തോന്നും നമുക്കത്. ഞാൻ തേങ്ങ ഇടുക കേട്ടോ. തേങ്ങ ഞാനൊരു വേറൊരു പാത്രത്തിൽ ചെരുകി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നിട്ട് അതിക്ക് തേങ്ങ ഇടണം കേട്ടോ. വേറെ ഇതിൽ ചെരുകി വെച്ചിട്ട് അതിക്ക് തേങ്ങ ഇതിട്ടുപാടെ ഇട്ട് കാണും കേട്ടോ. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത്. എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. ഞാൻ തേങ്ങ ഇട്ട് കാണുന്ന എന്താ കാട്ടണം അറിയാം, നിങ്ങൾ തേങ്ങയും പഞ്ചാരിട്ട് ഇങ്ങോട്ട് കിൽക്കിയിട്ട് അതിങ്ങനെ മറിച്ചിടുക, എന്നിട്ട് പിന്നെ തിന്നിക്കുക. അത്ര ഉള്ളല്ലോ, വേറെ പണികളൊന്നുമില്ല. അങ്ങനെ പഞ്ചസാരയും തേങ്ങയും അവിടെ വേറെ പാത്രത്തിൽ ഞാൻ വെച്ചിക്കണ്. അപ്പോൾ അതാണ് വേറെ പാത്രത്തിൽ വെച്ചത്. അത് ഞാൻ അതിന് പഞ്ചസാര ചിരണ്ടി വെച്ചതാണ്. അപ്പോൾ ആ ചിരണ്ടി എല്ലാവരും വീഡിയോ കാണും, മറക്കരുത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ, വെറുതെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണേ. എല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് രുചിച്ച് നോക്കിട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോകളൊന്നും ഇടലില്ലല്ലോ, ഷോർട്ട് വീഡിയോ മാത്രമേ ഞാൻ ഇടലുള്ളൂ. ഇങ്ങനത്തെ വീഡിയോ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒന്ന് കാണി. ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ ഇടലില്ല. ഇതങ്ങനെ ഞാനിത് തേങ്ങയും പിന്നെ പഞ്ചസാര ഇട്ട് കിൽക്കട്ടോ. തേങ്ങയും പഞ്ചസാര കിൽക്കിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വീഡിയോ ഒക്കെ കണ്ട് തെറ്റായ കമൻറ്റ് എന്തായാലും വേണ്ടില്ല കേട്ടോ. രസമില്ലെങ്കിലും എന്തില്ലെങ്കിലും എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് അതിൻ്റെ അഭിപ്രായം അറിയിച്ച് തരണട്ടില്ലേ. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇടാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.
ഓക്കെ. 3 വാഴക്കായാലും കുറേ ഉണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ